ബ്രഹ്മപുരത്തെ പ്രതിസന്ധി പരിഹാരത്തിനായി ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി പ്രഖ്യാപിച്ച 1 കോടി രൂപ കൊച്ചി കോർപ്പറേഷന് കൈമാറി. മേയർ എം അനിൽകുമാർ ചെക്ക് ഏറ്റുവാങ്ങി. യൂസഫലിക്ക് വേണ്ടി സെക്രട്ടറി ഇ എ ഹാരിസ്, ലുലു കൊമേഴ്സ്യൽ മാനേജർ സാദിഖ് ഖാസിം എന്നിവരാണ് ചെക്ക് കൈമാറിയത്. കൊച്ചി നഗരം നേരിടുന്ന ഇപ്പോഴത്തെ പ്രതിസന്ധിയോട് പടപൊരുതാൻ ഇത് വലിയ ഊർജ്ജം നൽകുന്നുവെന്ന് മേയർ പറഞ്ഞു. കേരളത്തിലെ സാംസ്കാരിക നായകരുടെ പ്രതികരണശേഷി നഷ്ടപ്പെട്ടെന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണി. എല്ലാ വിഷയത്തിലും ഒറ്റയ്ക്കും കൂട്ടായും പ്രതികരിക്കുന്നവർ ബ്രഹ്മപുരം വിഷയത്തിൽ മൗനം പാലിച്ചു. ഇത് ദൗർഭാഗ്യകരമായി പോയെന്ന് ആന്റണി വിമർശിച്ചു. ബ്രഹ്മപുരം മാലിന്യ സംസ്കരണത്തിൽ ഒരു സർക്കാരിനും വിജയിക്കാനായില്ലെന്നും ആന്റണി പറഞ്ഞു. മുഖ്യമന്ത്രി ഇന്നലെ നിയമസഭയിൽ ഇതിൻ്റെ രാഷ്ട്രീയം പറയുന്നില്ല. ബ്രഹ്മപുരത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ കാല ഗവൺമെൻറ് ഉൾപ്പെടെ അന്വേഷിക്കട്ടെ. ബ്രഹ്മപുരം മാത്രമല്ല, കേരളത്തിലെ മാലിന്യ സംസ്കരണ കാര്യത്തിൽ കഴിഞ്ഞ കാലത്തെ എല്ലാ ഗവൺമെൻറ്റുകൾക്കും വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരുപാട് പരാജയങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ 7 വർഷമായി കേരളത്തിൽ ഒരാളാണ് മുഖ്യമന്ത്രി, ഒരേ ഒരു മുഖ്യമന്ത്രി 7 വർഷമായി. 7 വർഷം മുഖ്യമന്ത്രിയായിരുന്ന ഒരാൾക്ക് കൈകളിൽ മാറ്റാൻ സാധ്യമല്ല. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പ്രതികരിക്കേണ്ട സാംസ്കാരിക നായകന്മാർ, നായികമാർ, സാഹിത്യ നായകന്മാർ പ്രതികരിക്കാത്തത് വളരെ നിർഭാഗ്യകരമായിപ്പോയി, ഖേദകരമായിപ്പോയി. ഞെളിയൻപറമ്പ് മാലിന്യ സംസ്കരണ പദ്ധതിയിൽ നിന്ന് സോണ്ട ഇൻഫ്രാസ്ട്രക്ചറിനെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിലിൽ പ്രതിപക്ഷ പ്രതിഷേധം. ഞെളിയൻപറമ്പ് വിഷയം ശനിയാഴ്ച ചർച്ച ചെയ്യാമെന്ന് മേയർ അറിയിച്ചതോടെ കൗൺസിൽ യോഗം ബഹളത്തിൽ മുങ്ങി. UDF BJP കൗൺസിലർമാർ പ്ലക്കാർഡേന്തി മുദ്രാവാക്യം വിളികളോടെ ഇറങ്ങിപ്പോയി. മുഖ്യമന്ത്രിയുടെ ഒത്താശയോടെ മുകളിൽ നിന്ന് ഉറപ്പിച്ച കച്ചവടമെന്ന് UDFും പദ്ധതിയിൽ അടിമുടി ദുരൂഹതയെന്ന് BJPയും ആരോപിച്ചു. തിരുവനന്തപുരം കഠിനംകുളത്ത് തോക്കും മാരക ആയുധങ്ങളുമായി ഗുണ്ടാ സംഘത്തിലെ 2 പേർ പിടിയിൽ. ഒരാൾ ഓടി രക്ഷപ്പെട്ടു. വർക്കല സ്വദേശി ഷാഹുൽ ഹമീദ്, കണിയാപുരം സ്വദേശി മനാൽ എന്നിവരാണ് പിടിയിലായത്. ചാന്നാങ്കര അണക്കപ്പിള്ള പാലത്തിന് സമീപം ഇന്നലെ രാത്രി 10 മണിയോടെയായിരുന്നു സംഭവം. ബൈക്കിലെത്തിയ 3 പേർ റോഡിൽ നിൽക്കുകയായിരുന്ന യുവാക്കളുമായി തർക്കമുണ്ടായി. തുടർന്ന് ഒരാൾ കത്തിയുമായി ആക്രമിക്കാൻ ഇറങ്ങുകയായിരുന്നു. ബഹളം കേട്ട നാട്ടുകാർ ഇവരെ കീഴ്പ്പെടുത്തി. ആശുപത്രി അധികൃതരുടെ അശ്രദ്ധ മൂലം യുവതിയുടെ ജീവൻ തുലാസിൽ. പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ സർജിക്കൽ മൂപ്പും സൂചിയും നൂലും യുവതിയുടെ വയറിനുള്ളിൽ കുടുങ്ങി. ജീവൻ തന്നെ അപകടത്തിലായതോടെ എഴുകോൺ ESI ആശുപത്രിക്കെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് കൊല്ലം കുണ്ടറ സ്വദേശി ചിഞ്ചുരാജിന്റെ കുടുംബം. എഴുകോൺ ESI ആശുപത്രിയിൽ കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു ചിഞ്ചുരാജിന്റെ പ്രസവ ശസ്ത്രക്രിയ. തിങ്കളാഴ്ച മുതൽ കഠിനമായ വയറുവേദന അനുഭവപ്പെട്ടതോടെ ഡോക്ടർമാരുടെ സാന്നിധ്യത്തിൽ എക്സ്റേ എടുത്തു. കൊട്ടാരക്കര മെട്രോ സ്കാനിംഗ് സെന്ററിലെത്തിച്ച് ESI ആശുപത്രിയിലെ ഡോക്ടർമാരുടെ സാന്നിധ്യത്തിൽ സ്കാൻ ചെയ്തു. ചിഞ്ചുവിനെ തിരികെ എത്തിച്ച ശേഷം അതിവേഗം ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റി. വീണ്ടും ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി. എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമാക്കാനോ സ്കാനിംഗ് റിപ്പോർട്ട് അടക്കമുള്ളവ നൽകാനോ ഡോക്ടർമാർ തയ്യാറായില്ല. എക്സ്റേയിൽ നിന്നാണ് ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് പിഴവുണ്ടായതായി ബന്ധുക്കൾക്ക് മനസ്സിലായത്. അനാസ്ഥ മാത്രമേ ഉള്ളൂ ഇതിൽ. ഒരു സിസറിയൻ കഴിഞ്ഞ ഒരാളുടെ വയറ്റിൽ മാതിരി സാധനങ്ങൾ കിടക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അനാസ്ഥയല്ലേ. അത് വയറിനുള്ളിൽ ഇൻഫെക്ഷൻ ഉണ്ട്, ന്യൂമോണിയ ആയി മാറി, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളിലേക്കും വഴിവരിച്ചു. വെറും അവഹേളിക്കുന്ന രീതിയിലാണ് നമ്മുടെ അടുത്ത് പെരുമാറുന്നത്. നമ്മൾ ആൾക്കാർ ഒരാൾ ചോദിച്ചു, 2 ആൾ ചോദിച്ചു, 4 ആൾ ചോദിച്ചു, എന്നിട്ട് ഇവർ ഇതിൻ്റെ നല്ല രീതിയിലുള്ള മറുപടി തരികയോ ഇവരങ്ങോട്ടും ഇങ്ങോട്ടും മാറി നടക്കുന്നതല്ലാതെ അതിനുള്ള ഒരു മറുപടി കൃത്യമായിട്ടുള്ള തിരികെ അതിൻ്റെ റിസൾട്ടുകൾ തരാം, അതൊന്നും ഒളിച്ചു വെക്കേണ്ട ഒരു കാര്യമില്ല. ശസ്ത്രക്രിയയ്ക്ക് പിന്നാലെ ചിഞ്ചുവിന് ന്യൂമോണിയ പിടിപെട്ടു. അണുബാധ രൂക്ഷമായതോടെ ജീവൻ തന്നെ അപകടത്തിലായി. ഇതോടെ ചിഞ്ചുവിനെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ഭർത്താവ് ബിബിൻ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ട്. ആരോഗ്യമന്ത്രിയെ നേരിൽ കണ്ട് പരാതി നൽകാനാണ് കുടുംബത്തിന്റെ അടുത്ത നീക്കം. ഷാനോസ് ഡേവിഡ്, News 18, കൊല്ലം.